പ്രബുദ്ധ കേരളം, സാക്ഷര കേരളം, നമ്പർ 1 കേരളം, വിശേഷണങ്ങൾ ഏറെയാണ്. ഇത്രയൊക്കെ നമ്പർ 1 ആയ കേരളത്തിൽ കുറേ മനുഷ്യർ ഒരു പാവത്തിനെ തല്ലിച്ചതച്ചു കൊന്നിട്ട് പേരിനൊരു പ്രതിഷേധമുണ്ടായോ? സാംസ്കാരിക നായകന്മാർ ഒപ്പിട്ട കത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ, വായിച്ചോ? ഒരു പ്രതിഷേധവുമില്ല, ആർക്കും കത്തും എഴുതേണ്ട. ഇന്നത്തെ പ്രൈം സ്റ്റോറി, പ്രബുദ്ധ കേരളം മരിച്ചോ? കുറച്ചുകാലം മുൻപ് വരെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേട്ട് അതിനെതിരെ തെരുവിൽ ഇറങ്ങിയവരാണ് നമ്മൾ മലയാളികൾ. അഖ്ലാഖിനു വേണ്ടി കേരളത്തിൽ നിന്ന് എത്രയെത്ര പ്രതിഷേധങ്ങൾ ഉയർന്നു. അവർ രാം നാരായണനെ കണ്ടില്ലേ? രാം നാരായണൻ ഭയ്യാർ മരിച്ചതല്ല, തല്ലിക്കൊന്നതാണ്. ഉത്തരേന്ത്യയിലല്ല, കേരളത്തിലെ വാളയാറിൽ. ശരീരത്തിൽ ചതയാത്ത 1 ഇഞ്ച് പോലും ഇല്ലാതെയാണ് രാം നാരായണൻ ഇന്ന്. രാം നാരായണന്റെ തെറ്റെന്തായിരുന്നു? പറക്കമുറ്റാത്ത മക്കൾക്ക് പുത്തൻ ഉടുപ്പ്, സ്കൂളിലേക്ക് പോകാൻ അവർക്ക് നല്ലൊരു കുപ്പായം, പുത്തൻ ബാഗ്, ഭാര്യയ്ക്കും മക്കൾക്കും 4 നേരം ഭക്ഷണം. ഇതല്ലേ ആ മനുഷ്യൻ ആഗ്രഹിച്ചുള്ളൂ? ആ ആഗ്രഹത്തിന് വേണ്ടി എത്ര അധ്വാനം ചെയ്യാനുമുള്ള മനസ്സുമായി വണ്ടി കയറിയതാണ് കേരളത്തിലേക്ക്. എന്നിട്ടോ തല്ലിക്കൊന്നു, മോഷ്ടാവെന്ന് പറഞ്ഞു. अरे सायन अടിച്ചപ്പോ गिरनायत्र कौन सा भाषा? तुम्हारा गांव किधर है? बांग्लादेशी? तुम बांग्लादेशी? वो मेरा बहन को लिखा है। बहन में बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? 2 ठोक हाँ हमारे घर बांग्लादेशी और बांग्लादेशी 2 ठोक आपका बांग्लादेशी? हाँ। കേരളത്തിൽ തൊഴിലെടുക്കാൻ വന്നതാണ്. മോഷ്ടാവെന്ന് പറഞ്ഞ് ആദ്യം തടഞ്ഞു വെച്ചു. പോലീസ് സ്റ്റൈലിൽ ചോദ്യം ചെയ്യുന്നു. നീ ബംഗ്ലാദേശിയാണോ എന്നാണ് ചോദ്യം. നിർത്താതെ അടിക്കുന്നു. മരിച്ചു. എന്നിട്ടും കാലുകൊണ്ട് ചവിട്ടിക്കൂട്ടുകയാണ്. अरे सायन अടിച്ചപ്പോ गिरनायत्र कौन सा भाषा? तुम्हारा गांव किधर है? बांग्लादेशी? तुम बांग्लादेशी? वो मेरा बहन को लिखा है। बहन में बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? 2 ठोक हाँ हमारे घर बांग्लादेशी और बांग्लादेशी 2 ठोक आपका बांग्लादेशी? നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ദൃശ്യങ്ങൾ തല്ലിക്കൊന്നവർ തന്നെ പകർത്തിയതാണ്. രാം നാരായണനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എഴുതിയ ഒരു കുറിപ്പുണ്ട്. മുഴുവൻ വായിച്ചാൽ നെഞ്ചു തകരും. ചില വരികൾ മാത്രം വായിക്കാം. ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ കുറിപ്പാണ് ഈ കാണുന്നത്. 10,000 മൃതദേഹം ഇതിനോടകം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ഇത്രയധികം മർദ്ദനമേറ്റ ശരീരം ആദ്യമായി കാണുകയെന്നാണ് ആ ഡോക്ടർ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ ഈ സ്ഥാനത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരീരം കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നില്ലേ? നെഞ്ചിലെ നീറ്റൽ പൊള്ളിക്കുന്നില്ലേ നിങ്ങളെ? രാം നാരായണൻ കിടക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അട്ടപ്പാടിയിലെ മധുവിനെയാണ്. മധുവിനെ ഓർമ്മിപ്പിക്കുന്ന മുഖം തന്നെയാണ്. കേരളം സ്വർഗമാണെന്നും ഇവിടെ തൊഴിലിന് നല്ല കൂലി ഉറപ്പാണെന്നും കേട്ടറിഞ്ഞു വന്നതായിരിക്കും കുടുംബം പോറ്റാൻ. ഉത്തരേന്ത്യയിലെ ദിവസക്കൂലി കൊണ്ട് കുടുംബത്തെ പോറ്റാൻ കഴിയാത്തതുകൊണ്ട് വണ്ടി കയറിയ മനുഷ്യനെയാണ് കള്ളനെന്ന് പറഞ്ഞ് കൊന്നുകളഞ്ഞത്. ഒരു കേസിൽ പോലും പ്രതിയല്ല രാം നാരായണൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വായിക്കാൻ പോലും മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ കേരളം അറിയണം, കേരളം അത് ചർച്ച ചെയ്യണം. അതുകൊണ്ട് തന്നെ വിശദമായി പറയാൻ തന്നെയാണ് തീരുമാനം. നമുക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വിശദമായി നോക്കാൻ പോകുന്നത്. അതായത് രാം നാരായണന്റെ ശരീരത്തിൽ മുഴുവൻ മർദ്ദനമേറ്റിട്ടുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അടിയേറ്റ പാടുകളുണ്ട്. ശരീരത്തിലുള്ളത് 40-ലധികം മുറിവുകളെല്ലാം. ഇതെല്ലാം ശക്തിയിൽ അടിച്ച് പരിക്കേൽപ്പിച്ച പാടുകളാണ്. ഈ 40 മുറിവുകളും തലയിലും ശരീരത്തിലുമേറ്റ മുറിവാണ് മരണകാരണം. നോക്കൂ, രാം നാരായണന്റെ കാലിന്റെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നിട്ടുണ്ട്. വാരിയെല്ല് പോലും. ദേഹമാസകലം രക്തസ്രാവമുണ്ട്. വാരിയെല്ലൊടിഞ്ഞുപോയി. മർദ്ദനമേറ്റ് രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണു. എന്നിട്ടും ആ അക്രമികൾ രാം നാരായണനെ അടിക്കുന്നത് നിർത്തിയിരുന്നില്ല. കേരളത്തിലെ മനുഷ്യരാൽ കൊല്ലപ്പെട്ട തങ്ങളുടെ അച്ഛനെ കാണാൻ, തന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ രാം നാരായണന്റെ മക്കളും ഭാര്യയും കേരളത്തിലേക്ക് എത്തി. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാത്ത മക്കൾ, അച്ഛന് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ കരയുന്ന അമ്മ. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ. നീറുന്നില്ലേ നിങ്ങളുടെ ഹൃദയം? എന്ത് മറുപടി പറയും കേരളം ആ മക്കളോട്? മർദ്ദനമേറ്റ് പിടയുന്നവനെ നോക്കി പൊട്ടിച്ചിരിക്കാനും ആ പൈശാചികത പിന്നെ കണ്ട് രസിക്കാൻ റെക്കോർഡ് ചെയ്യാനും മലയാളി വളർന്നിട്ടുണ്ട്.
പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾ തല്ലിക്കൊന്ന മനുഷ്യന്റെ മക്കളാണ് ആ നടന്നു പോകുന്നത്, ജീവനില്ലാത്ത അച്ഛനെ കാണാൻ. हमारी डिमांडें वही है कि जो है SIT टीम गठित हो और मॉम लिंचिंग का जो धाराएं हैं वो ऐड हो और पीड़ित परिवार को जो है मुआवजा राशि मिले. हाँ, परिवार को जो है यहाँ से 100 को ले जाने में मदद करे और इनको जो है सहायता राशि जो है वो मिले. हाँ, संघर्ष जब तक हमारी मांगे नहीं होगा तब तक कंटिन्यू चलता रहेगा. सरकार पे भरोसा है, ऐसे मतलब हमें निराश नहीं करेंगे. छत्तीसगढ़ सरकार और केरल सरकार दोनों से मेरी अपील है कि दोनों स्टेट जो है इस मामले में हमारी जो है मांगे पूरी करें. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായി വന്ന രാം നാരായൺ മടങ്ങുന്നത് ജീവനില്ലാതെയാണ്. ആരാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യത്തിൽ നിന്ന് 2 മക്കളെയും ഭാര്യയും കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ആ മനുഷ്യന്റെ സ്വപ്നങ്ങൾ തല്ലിച്ചതച്ചത്? വാളയാർ കൂട്ടക്കൊലയിൽ പിടിയിലായ പ്രതികളിൽ 1, 2, 3, 5 പ്രതികൾ BJP അനുഭാവികളാണ്. കേസിലെ 4ാം പ്രതി CITU അനുഭാവി. ആൾക്കൂട്ട ആക്രമണത്തിൽ SIT രൂപീകരിച്ചിട്ടുണ്ട്. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. BJP ബന്ധമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ സുബൈർ കേസിലെ പ്രതിയും വാളയാർ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. സുബൈർ കേസിലെ പ്രതിയായ ജിനീഷ്. അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് ബന്ധപ്പെട്ട സെക്ഷൻസ് കൂടി അട്രാക്ട് ലീഗലി സൂട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന ലൈക്ലിഹുഡാണ്. അത് നമുക്ക് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻ എടുക്കും. ഇതിലെ ഒരു SIT ഫോം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു DYSP ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു 10 മെമ്പറിൻ്റെ ഒരു SIT ആണ്. അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് SP പാലക്കാട്. ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികളുടെ രാഷ്ട്രീയവും ചർച്ചയാകുന്നുണ്ട്. പിടിയിലായ 4 പ്രതികളും BJP RSS അനുഭാവികളാണ്. രാം നാരായണനെ തല്ലിക്കൊന്നിട്ട് ഇന്നേക്ക് 6 ദിവസമായി. പാലക്കാട്ടെ CPM നേതാക്കൾ ഇന്നാണ് ഈ രാഷ്ട്രീയ ബന്ധമൊക്കെ അറിഞ്ഞത്. വംശീയ വിദ്വേഷത്തിൽ നിന്ന് വംശീയ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിന്റെ ഇരയാണ് രാംനാരായൺ ഭയ്യാൻ. ഇപ്പോൾ സംഘപരിവാർ നേതൃത്വത്തിന് നേരെ ഒരു ചോദ്യവും വരുന്നില്ലല്ലോ, മിണ്ടുന്നതേയില്ലല്ലോ. അവരുടെ പ്രതികൾ അവരുടെ പ്രവർത്തകരാണ് എന്ന കാര്യം. ആ വിദ്വേഷ രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിലെന്ന വസ്തുത മറച്ചുവെക്കാനാണ് ശ്രമം നടക്കുന്നത്. അത് മറച്ചുവെക്കുക വഴി നാം ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് വളമിടുകയാണ് ചെയ്യുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കി കൊടുക്കാൻ പഴുതടച്ച നടപടികളുണ്ടാവും. വിദ്വേഷ രാഷ്ട്രീയം മറച്ചുവെക്കാനാണ് ശ്രമമെന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ മന്ത്രിയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്നിറക്കിയ, അതായത് 6 ദിവസം കഴിഞ്ഞിറക്കിയ പത്രക്കുറിപ്പിൽ എന്തുകൊണ്ടാണ് പ്രതികളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, മന്ത്രി പറഞ്ഞ വിദ്വേഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരമില്ലാത്തത്? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയല്ലേ പിണറായി വിജയൻ? പ്രതികളുടെ RSS ബന്ധം എന്തായാലും പാർട്ടി സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് ഇവർ ചെയ്തത്. ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. ഈ ബംഗ്ലാദേശിൽ വരുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം മനുഷ്യനെ അടിക്കുന്നത്. അപ്പോൾ ആ കൊലപാതകത്തെ അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ്. അത് ആരാണ് എന്നുള്ളത് സാധിക്കണം. ഇന്ത്യയുടെ പല ഭാഗത്തും RSSകാർ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇവിടെയും കേരളത്തിലും ശക്തിയായ രീതിയിൽ നടപ്പിലാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ദേശം ചോദിച്ച് കള്ളനെന്നാരോപിച്ച രാം നാരായണനെ തല്ലിക്കൊന്നതിൽ കൈകെട്ടിയിട്ട് BJP പ്രതിഷേധങ്ങൾ കാണാനില്ല. നീതിക്കായുള്ള പോസ്റ്റുകളും BJPയുടെ അക്കൗണ്ടുകളിലില്ല. ആൾക്കൂട്ട ആക്രമണമെന്ന വാചകത്തിൽ ഒതുക്കുകയാണ് BJP നേതാക്കൾ. മധു കൊല്ലപ്പെട്ടപ്പോൾ അക്രമികളുടെ രാഷ്ട്രീയം ചികഞ്ഞ് ഞങ്ങൾ പോയിട്ടില്ല എന്നാണ് ന്യായവാദം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആൾക്കൂട്ട ആക്രമണമാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആക്രമണമായിട്ട് നമ്മളതിനെ കാണുന്നില്ല. BJP പ്രവർത്തകന്മാരുണ്ടെങ്കിൽ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കണം. പിന്നെ BJP പ്രവർത്തകർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടോ? BJP ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഒരാൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രവും രാഷ്ട്രീയമാണ്. കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്തിന് നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ക്രിമിനലുകളാണ്. ഇന്നത്തെ പ്രൈം എഡിറ്റോറിയൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാണ് കേരളത്തിലേക്ക് ആളുകളെ നമ്മൾ ക്ഷണിക്കാറുള്ളത്. ഇനി അങ്ങനെ പറയാനുള്ള യോഗ്യത നമുക്കുണ്ടോ? രാം നാരായണന്റെ മക്കൾ വളർന്നു വലുതാകുമ്പോൾ കേരളത്തെക്കുറിച്ച് എന്ത് പറയും? സ്വന്തം അച്ഛനെ കൊന്നുകളഞ്ഞ കേരളത്തെക്കുറിച്ച് വെറുപ്പല്ലാതെ എന്തായിരിക്കും ആ മക്കളുടെ മനസ്സിൽ ഉണ്ടാവുക? അവരുടെ മനസ്സിൽ കേരളം ചെകുത്താന്മാരുടെ നാടായി മാറിക്കാണില്ലേ?
സാക്ഷരതയും പുരോഗമനവും പറയുന്ന മലയാളികൾ എന്തുകൊണ്ടാണ് തെരുവിൽ ഇറങ്ങാത്തത്, പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ കത്തും ലേഖനവും എഴുതാത്തത്? എന്തുകൊണ്ടാണ് അവനൊപ്പം എന്ന ഹാഷ്ടാഗ് കാണാൻ കഴിയാത്തത്? കേരളം എന്നു മുതലാണ് ആൾക്കൂട്ട വിചാരണയുടെ നാടായി മാറിയത്? എന്നു മുതലാണ് നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസമില്ലാതായി പോയത്? നിങ്ങൾ ഉപദ്രവിച്ചു കൊന്നു കളയുന്ന മനുഷ്യരെ കാത്ത് അരപ്പട്ടിണിയിൽ കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും. അവർക്ക് പകരമൊരു അച്ഛന് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? സർക്കാരിന് ഇവിടെ പലതും ചെയ്യാനുണ്ട്. അട്ടപ്പാടിയിലെ മധുവിന്റെ കുടുംബം വർഷങ്ങളാണ് നീതി കിട്ടാൻ കാത്തിരുന്നത്. ഈ കേസിൽ സർക്കാരിന് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാം. കേസ് ജയിപ്പിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ടെത്തണം. കേസ് ഇഴഞ്ഞു നീങ്ങാതെ എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. പ്രതികൾക്ക് തക്ക ശിക്ഷയും. അവിടെ അവരുടെ രാഷ്ട്രീയം തടസ്സമാകരുത്. FIR-ൽ പോലും കുടുംബത്തിന് ആക്ഷേപമുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും കയ്യിൽ ഒന്നുമില്ലാത്തവരോട് പണം ചോദിച്ചുവെന്ന് കേൾക്കുന്നു. അത് സത്യമെങ്കിൽ എന്തിനാണ് കേരളത്തിലെ ഭരണകൂടം? കേരളത്തിലെ ആദ്യത്തെ വിദ്വേഷ കൊലയാണിത്. കൊല്ലപ്പെട്ടത് പ്രിവിലേജുകളില്ലാത്തൊരു മനുഷ്യനും. ഇനിയൊരു വിദ്വേഷ കൊല നമ്മുടെ മണ്ണിൽ പാടില്ല. അതിന് കേരളം ഒറ്റക്കെട്ടായി നിൽക്കണം.